രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞാൽ തുണിയെടുത്ത് ഉടുക്കുന്നതിന് പകരം അത് പറഞ്ഞവന്റെ നാവരിഞ്ഞ് കെട്ടിപ്പൊട്ടിയിടുന്ന സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. അതാണ് ഈ പിണറായി കാലത്ത്, ഈ ഏകാധിപതിയുടെ കാലത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന, കേരളം അറിയുന്ന, നാലാളറിയുന്ന, ഇവിടെ സത്യം വിളിച്ചു പറയുന്ന, നാവിന് ഒരു കെട്ടുമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വരെ അറസ്റ്റ് ചെയ്തതിലൂടെ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഇന്നലെ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്തിനാണ് എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത് രാഹുൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാ? രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇവിടുത്തെ ഏകാധിപതിയായിട്ടുള്ള പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കൂലിപ്പട്ടാളമായിട്ടുള്ള കുറെ പോലീസുകാർക്കും കൃത്യമായിട്ട് അറിയാം. പോലീസ് സംവിധാനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ ഒരുപോലെ കണ്ട് അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് നിൽക്കേണ്ട സംവിധാനമാണ് പോലീസ്. പൊളൈറ്റ്നസും ഒബീഡിയൻസും ആദ്യം വേണം. അങ്ങനെയുള്ള പോലീസ് സംവിധാനത്തെ പിണറായിയുടെ ഗുണ്ടകളാക്കി മാറ്റാൻ വേണ്ടി ഒന്ന് പരിശ്രമം തുടങ്ങുന്നു. നേരത്തെ ആയി തുടങ്ങിയിട്ട് ഇപ്പൊ കുറെ കാലമായിട്ട് അതാണ് പണി എന്ന് പറയുന്നത്. വളരെ ചുരുക്കമുള്ള ചില പോലീസുകാരുണ്ട്. ആ പോലീസുകാർക്ക് മര്യാദയ്ക്ക് പണിയെടുക്കാൻ സമ്മതിക്കാതെ തെക്ക് വടക്ക് അവർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം പറ്റൂലല്ലോ, അവർ ഈ ഗുണ്ടാപ്പണിക്ക് നിന്നു കൊടുക്കണില്ല. അതുകൊണ്ട് അപ്പൊ അതിന്റെ അവസാനത്തെ ഒരു ഇരയാണ്, ആ ഒരു ഗുണ്ടായുസത്തിന്റെ അവസാനത്തെ ഇരയാണ് ഇന്നലത്തെ അറസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ നേരാവണ്ണമാണ് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു FIR വന്നു, അല്ലെങ്കിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ FIR ഇടണം. FIR ഇട്ടിട്ട് പ്രാഥമിക അന്വേഷണം നടത്തണം, വേണ്ടേ? പ്രത്യേകിച്ച് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള പ്രഗത്ഭനായ ഒരു വ്യക്തിയാവുമ്പോൾ, ഇപ്പൊ എന്നെ പോലെയുള്ള തുക്കട ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിടിച്ചോണ്ട് പോയിട്ട് ബെയിലബിൾ ആണെന്നുണ്ടെങ്കിലും റിമാൻഡ് ചെയ്യിക്കാന്ന് വെക്കാം. അത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത ആളുടെ തൊപ്പി തെറിക്കാൻ പോകുന്നുണ്ട്. എന്നെ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ മറ്റവൻ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ തൊപ്പി തെറിക്കാൻ പോണത്. അതങ്ങനെയാണ്, അത് പ്രകൃതി അപകൃതി. അവിടെ നിൽക്കട്ടെ, നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഇവിടെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കഴിവും പ്രാപ്തിയും എല്ലാം ഉണ്ട്. സ്വാഭാവികമായിട്ടും പോലീസിങ് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ വിളിച്ചു പറയും. പോലീസിനും സർക്കാരിനും അത് നാണക്കേടായി വരികയും ചെയ്യും. ഇത് സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഈ 8-10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു 10-20 വീഡിയോകൾ ഉണ്ടാകും. അതൊന്ന് കണ്ടാൽ പോരെ? അത് കണ്ടിട്ട് എവിടെയെങ്കിലും അത്തരത്തിലൊരു പരാമർശം ഉണ്ട് എന്നുണ്ടെങ്കിൽ രാഹുലിനെതിരെ ആ കേസ് ബലപ്പിച്ചുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വേണ്ടത് ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ ഒന്നും ചെയ്തില്ല. അതൊന്നും ചെയ്യാതെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് നേരെ കൊണ്ടുപോകുന്നു, അവിടേക്കൊന്ന് ചോദ്യം ചെയ്യുന്ന എല്ലാം കാര്യം ചെയ്യുന്നു. എന്നിട്ട് പിന്നീട് ഔദ്യോഗികമായ ഒരു അറസ്റ്റ് എടുത്തണം, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം, ഇതൊക്കെ ചെയ്യണം. അറസ്റ്റ് രേഖപ്പെടുത്തി വിടേണ്ടി വരും എന്ന് ഒരു പക്ഷേ രാഹുലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ പോലീസുകാർ നീതിമാന്മാരാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അനാവശ്യമായി ഒരു വിഷയം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടുള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവരങ്ങനെ കൈകാര്യം ചെയ്തത്. എന്നാൽ പിന്നീട് മേലാഫീസിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഒരു വകുപ്പ് അഡീഷണൽ ചേർത്ത് അവനെ അങ്ങനെ വിടണ്ട, ഓനെ അകത്തിടാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്, നിങ്ങൾ എന്തിനാണ് പുറത്തേക്ക് വിടുന്നത്, അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാകണം ഇങ്ങനെ ഇപ്പോൾ സംഭവിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കെണിയിൽ ആരൊക്കെ വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നുണ്ടോ, ആരൊക്കെ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അയാളുടെ നിരപരാധിത്വമോ അല്ലെങ്കിൽ അയാൾക്ക് അർഹതപ്പെട്ട നീതിയോ പറയാൻ വേണ്ടി ആരൊക്കെ നിലനിൽക്കുന്നുണ്ടോ അവരെയൊക്കെ അകത്തിടും എന്നതിന്റെ വ്യക്തമായ സന്ദേശമാണ് ഇന്നലെ പുറത്തു വന്നിട്ടുള്ളത്. ഇന്ന് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. റിമാൻഡ് ചെയ്യാനാണ് സാധ്യത, ചെയ്യാത്ത തെറ്റിന്, സത്യം പറഞ്ഞതിന്റെ പേരിൽ. ഇവിടെ സത്യവും നീതിയും വിളിച്ചു പറയുന്നവന് നിലനിൽപ്പില്ല. ഇവിടെ പിണറായി എന്ന ഏകാധിപതിയുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോ ആ ഏകാധിപതി എന്ത് തീരുമാനിക്കും, ആ ഏകാധിപതിയുടെ പാർട്ടി ഇവിടെ എന്ത് തീരുമാനിക്കും, അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനം കേരളത്തിലില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസിന്റെ മെറിറ്റും ഡീമെറിറ്റും എല്ലാം നോക്കി അതിന്റെ എല്ലാം ഒന്ന് അന്വേഷിച്ചതിന് ശേഷം നടപടി എടുക്കാൻ നോക്കും, ഇല്ലേ? അങ്ങനെയല്ലേ സാധാരണ ചെയ്യുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അത് രാഹുൽ ഈശ്വറിൽ മാത്രമായി ഒതുങ്ങുമെന്ന് കരുതണ്ട. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്ന ആൾ എത്ര ഉന്നതനായാലും എത്ര പദവിയുള്ള ആളായാലും എങ്ങനെയുള്ള ആളായാലും അവരെ തൂക്കും, അവരെ അകത്തിടും. നമ്മൾ ശബരിമലയുടെ വിഷയം, ആ കൊള്ള എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ മോഷിച്ചുകൊണ്ട് പോയത് ചില്ലറ സാധനമൊന്നുമല്ല. ശബരിമലയിലെ 18-ാം പടിയിലെ പാളി ഇളക്കിയിട്ടുണ്ടെന്ന് നോക്കാണ്ട് ദ്വാരപാലക ശില്പങ്ങള്, അതുപോലെ കട്ടിളപ്പടി, വാതിൽപ്പളി, അതിന്റെ മച്ച്, ഓട്, കൊടിമരത്തിൽ ഇളക്കൊണ്ട് പോയെന്നറിയാൻ വയ്യ.
അങ്ങനെ എല്ലാം അവിടെ സ്വർണമായിട്ട് എന്തൊക്കെയുണ്ടോ ആ സ്വർണം മുഴുവൻ മോഷ്ടിച്ചോണ്ട് പോയി. ഇളക്കൊണ്ട് എന്ന് പറയാക്കൂല, മോഷ്ടിച്ചോണ്ട് പോയി. എന്നിട്ട് നല്ല പാത്രമാറ്റി തങ്കം അവിടെ നിന്ന് എടുത്തോണ്ട് പോയിട്ട് ചെമ്പ് എന്ന് എഴുതി വെച്ച് അങ്ങോട്ട് കൊടുത്തുവിട്ട മഹാന്മാരാണ് അവരെയൊക്കെയാണ് സംരക്ഷിക്കുന്നത്. ഇവിടെ സംരക്ഷിച്ച് നിർത്താൻ കഴിയണില്ല. അറസ്റ്റ് ഒന്നിനു പുറകെ ഇങ്ങനെ വരികയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മുഖ്യമന്ത്രിയെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിക്കൊണ്ടിരുന്ന ആളെയാണ് പൊക്കി അകത്തിട്ടേക്കണേ. ഇവിടെ കോടതിയുടെ നിയന്ത്രണത്തിലാണ് കേസന്വേഷണം. ഒരു നിവൃത്തിയില്ല. പിണറായിയുടെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ പിണറായിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം എന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ നടക്കുന്നതും രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യാൻ നടക്കുന്നതും. ഇതൊക്കെ ഒരു അന്വേഷണം വേണ്ടേ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ തെളിവുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് കേസുകൾ പറയട്ടെ. പക്ഷെ രാഹുൽ ഈശ്വരൻ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? രാഹുൽ ഈശ്വരന് ഇതിൽ എന്താണ് പങ്ക്? രാഹുൽ ഈശ്വരൻ എന്തെങ്കിലും പങ്കുണ്ടോ? ഒരു പങ്കുമില്ല. ഒരു പങ്കുമില്ലാത്ത കേസിൽ നിരപരാധികളെ പിടിച്ച് അകത്തിട്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. നമുക്കറിയാലോ, ആദ്യമായിട്ടൊന്നുമല്ല. ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതില് ഒരു തീരുമാനമാകുന്നത് വരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇല്ലായിരുന്നു പണ്ട്. അങ്ങനെ തീരുമാനമല്ല, മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കല്ല, അത് പരിഹരിക്കട്ടെ. അത് പരിഗണിച്ച ശേഷം അത് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വെറുതെ വിടും, തള്ളണമെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും. ഇതായിരുന്നു പണ്ടത്തെ ഒരു കീഴ്വഴക്കം. അങ്ങനെ വേണമെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് ആളെ പൊക്കണം. ഇത് PP ദിവ്യയുടെ കാര്യത്തിൽ ഇല്ലായിരുന്നു. ഇത് നിങ്ങൾ ചിന്തിക്കണം. ഈ കാര്യം PP ദിവ്യയുടെ കാര്യത്തിൽ ഇല്ല. PP ദിവ്യ ഒളിവിൽ പോയി, എന്നിട്ട് കറങ്ങി നടന്നു, അവസാനം ഗത്യന്തരമില്ലാതെ അറസ്റ്റ് ചെയ്തതിനു ശേഷം റിമാൻഡിലേക്ക് പോയി. നവീൻ ബാബുവിന്റെ കാര്യത്തിലാണ് പറയുന്നത്. അവിടെ PP ദിവ്യ പോലും ഒരു കരുവാണ് CPM-ന്റെ. പൂർണ്ണമായും PP ദിവ്യ തെറ്റുകാരിയാണെന്ന് പറയാൻ പറ്റൂല. അബദ്ധം പറ്റിയതായിരിക്കാം ആ സ്ത്രീക്ക്, പാവം സ്ത്രീക്ക്. ഞാനിപ്പോ അങ്ങനെ ചിന്തിക്കുന്നത്. അന്ന് PP ദിവ്യ ചെയ്ത കിരാത പ്രവൃത്തിക്കെതിരെ അതിശക്തം സംസാരിച്ച ആളാണ് ഞാൻ. പക്ഷെ PP ദിവ്യയെ കരുവാക്കുകയാണ് ചെയ്തിരുന്നത്. നവീൻ ബാബുവിനെ കൊല്ലാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി അവർ പദ്ധതി ഇട്ടു. കാരണം നവീൻ ബാബു കൊല്ലപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ ബോഡി പത്തനംതിട്ടയ്ക്ക് കൊണ്ടുവരുമ്പോൾ അത് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് കൊണ്ടുവന്നിട്ട് പോസ്റ്റ്മോർട്ടം നടത്താത്ത ബോഡി എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ആന്തരിക അവയവങ്ങളൊന്നും പരിശോധനയ്ക്ക് അയക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പിന്നീട് വാർത്തകൾ വന്നിരുന്നു. അപ്പൊ അത്തരത്തിലൊരു നടപടി അവിടെ എടുത്തപ്പോൾ ആ ബോഡി പിന്നെ ഒരു റീപോസ്റ്റ്മോർട്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ വന്ന് കളിച്ച് ചുട്ടരിച്ച് കത്തിച്ചങ്ങോട്ട് കളഞ്ഞു. അങ്ങനെ അവിടെ ഒരു സംരക്ഷണം, പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു വലിയ ചടങ്ങ് നടന്നു. എന്നിട്ട് ആത്മഹത്യാ പ്രേരണം എന്ന് പറയുന്ന ഒരു കുറ്റം, ആ കുറ്റം മാത്രം PP ദിവ്യയിൽ നിലനിർത്തിക്കൊണ്ട്, PP ദിവ്യയെ പ്രതിസ്ഥാനം നിർത്തിക്കൊണ്ട് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് മാറ്റി നിർത്തുന്ന പോലെ നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ CPM നേതൃത്വം സ്വന്തം അണികളെ സംരക്ഷിക്കും. അതുകൊണ്ട് PP ദിവ്യയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പക്ഷേ CPM-ലായിരുന്നെങ്കിൽ ഇതൊന്നും ഒന്നും ആവില്ലായിരുന്നു. അതുപോലെ രാഹുൽ ഈശ്വർ CPM-ന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിലും ഒന്നും ആവില്ലായിരുന്നു. ഇവിടെ സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ, സ്വന്തം പാർട്ടിക്കാർ എന്ത് തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലും, ആരെ കൊന്നാലും, എന്തൊക്കെ ചെയ്താലും നമുക്കറിയാമല്ലോ. ഷാബാസിന്റെ കേസായാലും, സിദ്ധാർത്ഥന്റെ കേസായാലും, നവീൻ ബാബുവിന്റെ കേസായാലും ഒക്കെ നമുക്കറിയാം. ഇത്ര കേസുകളാണ്. അവിടെയൊക്കെ കൊലപാതകം നടത്തിയിട്ട് കൂടി അവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോലീസ് സംവിധാനം, അതിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏകാധിപതിയായിട്ടുള്ള പിണറായി. അപ്പോൾ ആ പിണറായി രാഹുൽ ഈശ്വറിന് വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ? സ്വന്തം പാർട്ടിക്കാർ, അതും മന്ത്രിയെ ഉള്ളം കൈയിലിട്ടുകൊണ്ട് നടന്നിരുന്ന, തോളത്ത് കൈയിട്ടുകൊണ്ട് നടന്നിരുന്ന തന്റെ വേണ്ടപ്പെട്ടവർ, അവരൊക്കെയാണ് ഇപ്പോൾ മോഷണ കേസിൽ അകത്ത് കിടക്കുന്നത്. കള്ളം നടത്തിയ കേസിലാ, അതായത് കട്ട കേസിലാണ്, ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ച കേസിലാണ്. അല്ലാതെ വെറും ഒരു കേസല്ല. ശബരിമല ഏൽപ്പിച്ച ആരെ? ഇവിടെ ദേവസ്വം ബോർഡെ. ആ ദേവസ്വം ബോർഡിന് വിശ്വാസമില്ലാത്ത കുറെ ആൾക്കാരെയാണ് ഭരിക്കാൻ ഏൽപ്പിച്ചതല്ലാതെ അത് അവിടുത്തെ സ്വർണം മുഴുവൻ കട്ടെടുക്കാൻ, അവിടുത്തെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ, അടിച്ചു മാറ്റാൻ വേണ്ടി കുറെ ആൾക്കാരെ അവിടെ നിയോഗിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ദേവസ്വം ബോർഡ് ഭരിക്കാനോ ശബരിമല നന്നാക്കാനോ കൊണ്ടുവന്നാക്കിയൊന്നും അല്ല. അപ്പൊ അതിന് ഓരോന്നായിട്ട് തെളിഞ്ഞു വരികയാണ്. അത് മാധ്യമലോകം അത് ചർച്ചയാക്കുമ്പോൾ, അങ്ങനെ മാധ്യമലോകത്തുള്ള ചർച്ച വന്നു കഴിഞ്ഞാൽ അത് വിഷയമല്ലേ? പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് വിഷയമല്ലേ? അപ്പോൾ രാഹുൽ ഈശ്വർ ഒരു ഉപകരണമാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഉപകരണമാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കൊത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് ഇപ്പോ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് തലങ്ങും വലങ്ങും നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം റിമാൻഡിലേക്ക് പോകുമെന്ന് ഉറപ്പല്ലേ? പോയി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ കേസ് വരാൻ കിടക്കണു? ഇപ്പോ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ബെയിലബിളാ. ആ ബെയിലബിളിന് ശേഷം അദ്ദേഹം പിന്നെ എന്തൊക്കെ ചെയ്തേ? അദ്ദേഹത്തിനെ പിന്നെ നോൺ ബെയിലബിൾ ചേർത്തില്ലേ? ഇനി അതിൽ നിന്ന് ഊരുന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് കൊടുക്കും. കോടതിക്ക് കാര്യം മനസ്സിലായാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ രാഹുൽ ഈശ്വർ അകത്ത് തന്നെ പോകും. കാര്യം ശബ്ദിക്കരുത്. ഇവിടെ ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ ശബരിമലയെ കുറിച്ച് ആരും മിണ്ടരുത്.
പണ്ടൊരു ചൊല്ലു പറയാണ്ട്, പോളണ്ടിനെ കുറിച്ച് മിണ്ടരുത് എന്ന് പറയുന്നത്. അതേ ഒരു അവസ്ഥയാണ് ഇവിടെ. ഇവിടെ നോക്കൂ, ഇവിടെ ആംബിയറോടെ ആണത്തത്തോടെ എഴുന്നേറ്റെന്ന് പറയുന്ന ഒറ്റ മനുഷ്യനേ ഉള്ളൂ ഇവിടെ. അത് ഏത് ചാനൽ ചർച്ചയിലും ഓരോരുത്തരും എന്താ പറയുക തെളിവങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. വല്ലാണ്ട് വർത്താനം പറയുമ്പോഴത്തേക്ക് തലകറിൽ നിന്ന് നിരങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്നാ പിടിച്ചോ, മൊബൈൽ നമ്പർ കയ്യിലുണ്ടല്ലോ, വാട്സപ്പിൽ കൊടുക്കും. ഇപ്പൊ അജിൻസൊക്കെ മിണ്ടാതെ തലയും കുമ്പിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് രാഹുൽ ഈശ്വർ സംസാരിക്കുമ്പോൾ. അതായത് അയാൾ പറയുന്നത് കഴമ്പില്ലേ, കാര്യമില്ലേ. ഇവിടെ നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണ്ടേ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തി കോടതി ശിക്ഷിക്കുമ്പോഴാണല്ലോ, അപ്പോൾ മുതലാണല്ലോ ഇയാളെ കുറ്റവാളി എന്ന് പറയേണ്ടത്. അല്ലാതെ സംശയിക്കപ്പെടുന്ന വിധത്തിൽ ആടിനെ പട്ടിയാക്കി പിന്നെ അതിനെ പേപ്പട്ടിയാക്കി തല്ലുകൊല്ലാൻ വേണ്ടി ഇവിടെ മാധ്യമങ്ങൾ വിചാരണ നടത്തി, മാധ്യമങ്ങൾ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്നവർ മജിസ്ട്രേറ്റുമാരായി ജഡ്ജിമാരായി പെരുമാറുമ്പോൾ ഈ ചക്കിക്കുത്ത ശങ്കരൻ എന്ന് പറയുന്നത് പോലെ അപ്പുറത്ത് പോലീസ് സേനയും അതിനൊപ്പം നിൽക്കുന്നു. എന്നാൽ ഇതിനെയൊക്കെ നയിച്ചുകൊണ്ട് പിണറായി എന്ന ഏകാധിപതി നിൽക്കുന്നു. ഇവിടെ മനുഷ്യനൊരു വിലയില്ല. സാധാരണക്കാരെ ജനങ്ങൾക്ക് നീതിയും നിയമവും അവന് കിട്ടുമെന്ന് കരുതേ വേണ്ട, അവനൊരു പരിഗണന കിട്ടുമെന്ന് ഒരു കാര്യവും വേണ്ട. കാരണം പോലീസാണ് ഇതൊക്കെ ചെയ്തേണ്ടത്. പോലീസ് കൃത്യമായ റിപ്പോർട്ട് എഴുതി അങ്ങോട്ട് കൊടുക്കും. അവിടെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഇവനേതോ കാര്യം ചെയ്തതുപോലെ എന്ന് പറഞ്ഞാൽ അത്രത്തോളം കൊള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്തതുപോലെ അങ്ങോട്ട് കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ടെല്ലാം വായിച്ചു നോക്കുന്ന ജഡ്ജും മജിസ്ട്രേറ്റും അവർ ഞെട്ടൂലേ? കാരണം ഇവനെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഇവൻ ഇത്രയും ഭീകരവാദിയും ഇത്ര തെമ്മാടിത്തരം കാണിക്കുന്ന ഒരാളല്ലേ, നാടിന് മുഴുവൻ മോശമല്ലേ, മൂപ്പര് റിമാൻഡ് ചെയ്യും, കോടതി റിമാൻഡ് ചെയ്യും. വേറെ മാർഗമല്ല. കാര്യം കോടതി നീതിക്ക് വേണ്ടി ഇരിക്കുന്ന സ്ഥാപനമാണല്ലോ. പക്ഷെ അവരെ ബോധിപ്പിക്കാൻ വേണ്ടി കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. KM ഷാജനെ പൂട്ടാൻ നോക്കിയത് കണ്ടില്ലേ? അവിടെ റൌഫ് എന്ന് പറയുന്ന വക്കീലിനെ ഷാജൻസ്കറിയെ ഏർപ്പാടാക്കി കൃത്യമായി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊണ്ടുകൊണ്ട് മൂപ്പര് രക്ഷപ്പെട്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ മൂപ്പര് ഇതുപോലെ അകത്താ. അതായത് എതിർക്കുന്നവരെ, തങ്ങൾക്കെതിരെ തിരിയുന്ന മുഴുവൻ ആൾക്കാരെയും, തങ്ങളുടെ ഉദ്ദേശത്തിനെതിരെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരെയും അറസ്റ്റ് ചെയ്ത് അകത്താക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ്. അല്ലാതെ രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തുകൊണ്ടൊന്നല്ല. തെറ്റ് ചെയ്ത് ആരുന്നുണ്ടെങ്കിൽ പ്രാഥമികമായ ഒരു അന്വേഷണം, ഒരു കേസെടുക്കുമ്പോൾ രാഹുൽ ഈശ്വറിനെ പോലുള്ള പ്രഗത്ഭനായ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണം? ഇരയെ ആക്ഷേപിച്ചു എന്നാണല്ലോ. ഇരയെ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് ആ വീഡിയോകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കണ്ടേ? പക്ഷെ അതിനുള്ള ആംബിയറുള്ള പോലീസ് ഇവിടെ ഉണ്ടോ? ഇല്ല. അതിനുള്ള ആംബിയർ ഇവിടുത്തെ പോലീസിന് ഇല്ല. അങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് അവന്റെ തൊപ്പി കാണൂല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് അങ്ങനെ തന്നെ സിന്ദാബാദ്. നമ്മുടെ മന്ത്രി പറയുന്ന എന്താണോ, നമ്മുടെ മേലാഫീസർ പറയുന്ന എന്താണോ അതേപടി അങ്ങ് ചെയ്യാമെന്ന് കരുതി അവരത് ചെയ്യും. വകുപ്പുകൾ ഇട്ടപ്പോൾ ജാമ്യം ഉള്ള വകുപ്പുകളാണ്. അത് പിന്നീടായിരിക്കും മേലിരുന്ന ഏമാന്, അത് ഏത് ഏമാനായാലും, അത് പിണറായി ആയാലും അതിന് ഇങ്ങേപ്പുറത്തുള്ള ഉന്നത പോലീസുകാരനായാലും ആരായാലും, അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ അല്ലെങ്കിൽ ഒരു ഏരിയ CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയാലും, അപ്പോൾ അവരൊക്കെയാണല്ലോ ഇവിടുത്തെ വലിയ ആൾക്കാർ. അപ്പോൾ അവരൊക്കെ നോക്കുമ്പോൾ രാഹുൽ ചോദ്യം ചെയ്യപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തേക്ക് വരും എന്ന് മനസ്സിലായി. അത് പറ്റില്ല. രാഹുൽ ഈശ്വർ അകത്ത് കിടക്കണം. കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ നിർണായകമാണ്. രാഹുൽ ഈശ്വർ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ രാഹുൽ ഈശ്വർ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അപകടമാണ്. രാഹുൽ ഈശ്വറിന് മിണ്ടരുത്, വായടയ്ക്കണം. അത് മാത്രമല്ല, കേസിൽപ്പെട്ട് ജാമ്യത്തിൽ ഇറങ്ങി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ രാഹുൽ ഈശ്വർ മിണ്ടൂലല്ലോ. ജാമ്യ വ്യവസ്ഥയെ ലംഘിക്കുകയല്ലേ. ജാമ്യ വ്യവസ്ഥയെ ലംഘിക്കുമ്പോൾ വീണ്ടും പിടിച്ചകത്തിടാം. അപ്പോൾ രാഹുൽ ഈശ്വർ പിന്നെ അതിനെക്കുറിച്ച് മിണ്ടരുത്. അപ്പോൾ ഇത്തരത്തിൽ നീതി ലഭിക്കാത്ത സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ സത്യസന്ധമല്ലാത്ത രീതിയിൽ സർക്കാരും ഇവിടുത്തെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് തെറ്റാണ്. അതായത് രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞാൽ തുണിയെടുത്ത് ഉടുക്കുന്നതിന് പകരം അത് പറഞ്ഞവന്റെ നാവരിഞ്ഞ് കെട്ടിപ്പൊട്ടിയിടുന്ന സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. അതാണ് ഈ പിണറായി കാലത്ത്, ഈ ഏകാധിപതിയുടെ കാലത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന, കേരളം അറിയുന്ന, നാലാളറിയുന്ന, ഇവിടെ സത്യം വിളിച്ചു പറയുന്ന, നാവിന് ഒരു കെട്ടുമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വരെ അറസ്റ്റ് ചെയ്തതിലൂടെ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.